നിർദ്ദേശങ്ങളാണ് ഓർത്തഡോക്സ് വിഭാഗം മുന്നോട്ട് വച്ചിരിക്കുന്നത്. കോടതി വിധി പ്രകാരം കോലഞ്ചേരി പള്ളി സഭയ്ക്ക് അർഹതപ്പെട്ടതാണ്. ഇതിൽ യാക്കോബായ സഭയുടെ ഒരു അവകാശവാദവും അംഗീകരിക്കാനാവില്ല. എന്നാൽ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ തീരുമാനം വരുന്നതുവരെ കോലഞ്ചേരി പള്ളിയുടെ ഭാഗമായ കോർട്ട് മാസത്തിലൊരു ഞായറാഴ്ച യാക്കോബായ വിഭാഗത്തിന് പ്രാർത്ഥനയ്ക്ക് അവസരം നൽകാൻ തയ്യാറാണ്. കോലഞ്ചേരി പള്ളിയിലെ സെമിത്തേരി ഇടവകയിലെ മുഴുവൻ അംഗങ്ങൾക്കും ഉപയോഗിക്കാമെന്നും ഓർത്തഡോക്സ് വിഭാഗം അറിയിച്ചു. ഇതിൽ കൂടുതൽ വിട്ടുവീഴ്ചകൾക്കില്ലെന്നും നിർദ്ദേശങ്ങൾ അംഗീകരിക്കാമെങ്കിൽ കരാറിൽപ്പെടാൻ തയ്യാറാണെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കി. സമാധാനവും ശാന്തിയും സഭാതലത്തിലും സമൂഹത്തിലും എല്ലാം നിലനിൽക്കുന്നതിനും വേണ്ടി വന്നാൽ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾക്ക് സാധ്യതയുണ്ട് എന്ന് പരിശോധിക്കും. ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇടവക അംഗങ്ങളുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനം അറിയിക്കാമെന്ന് യാക്കോബായ വിഭാഗം മധ്യസ്ഥർക്ക് ഉറപ്പു നൽകി. മെയിൻ ഇഷ്യൂ സംബന്ധിച്ച് ഒരു ചർച്ച വീണ്ടും ആരംഭിക്കും. അത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ അവർ സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ എന്നാലും പോസിറ്റീവായിട്ട് ഇതിനെ കാണുന്നു. ഇതിനിടെ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ ബസേലിയോസ് പൗലോസ് തിരിയൻ കാതോലിക്ക ബാവയുടെ ഉപവാസം കുരിശടിയിൽ നിന്നും പള്ളിക്ക് സമീപത്തെ ചാപ്പലിലേക്ക് മാറ്റി. യാക്കോബായ വിഭാഗത്തിന്റെ പ്രാർത്ഥനായജ്ഞവും തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.